നമസ്കാരം. ചൊവ്വാഴ്ച നടത്താനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റുമ്പോൾ സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCCയെ അടുപ്പിക്കാൻ ശ്രമം. വൈസ് പ്രസിഡന്റ് ജഗദീഷ് ഇതിന് മുൻകൈയെടുക്കും. WCCയുമായി ചർച്ച നടത്തുന്നതിൽ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാലിനും പ്രശ്നമില്ല. കൂടാതെ ജനറൽ ബോഡി യോഗം ഉടൻ കൂടുമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ചെന്നൈയിലായതിനാൽ എക്സിക്യൂട്ടീവ് യോഗം വൈകാനാണ് സാധ്യതയെന്നാണ് വിവരം. അതേസമയം പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് വരണമെന്ന ഒരു വിഭാഗത്തിൻ്റെ ആവശ്യവും ശക്തമാകുന്നുണ്ട്. അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന നിലപാടാണ് മോഹൻലാലിനും. ഇതിനിടെയാണ് WCCയെ കൂട്ടിച്ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകാൻ അമ്മയുടെ നീക്കം സജീവമാകുന്നത്. ജഗദീഷിന്റെ നിലപാടാണ് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയതെന്ന് WCCയിലെ മുതിർന്ന അംഗം മറുനാടനോട് പറഞ്ഞിരുന്നു. അമ്മ സംഘടനയിൽ നിന്നും ജഗദീഷാണ് ശക്തമായ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ട് ആദ്യം രംഗത്തെത്തിയത്. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് വിഷയത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും ഏത് മേഖലയിലാണെങ്കിലും ലൈംഗിക ചൂഷണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം, വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വരികയും അവർക്ക് തക്കമായ ശിക്ഷ നൽകുകയും വേണമെന്നും ജഗദീഷ് പറഞ്ഞിരുന്നു. മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതിനെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിൻ്റെ യോഗം നാളെ ചേരുമെന്നായിരുന്നു റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് അമ്മ കരുതലോടെ തീരുമാനമെടുത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. മുകേഷ് MLA അടക്കമുള്ള പ്രമുഖ നടന്മാരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജയസൂര്യ, മണിയൻപിള്ള രാജു, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവരെല്ലാം ആരോപണ നിഴലിലാണ്. പോലീസ് അന്വേഷണം നടന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും വന്നേക്കാം. ഒരു സൂപ്പർ താരത്തിൻ്റെയും മൊഴി വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇതെല്ലാം അമ്മ ഗൗരവത്തോടെയാണ് കാണുന്നത്. അമ്മ യോഗം മാറ്റിയതും വലിയ ചർച്ചയായിരിക്കുകയാണ്. അതിനിടെ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുമെന്ന് മോഹൻലാൽ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യാർത്ഥം യോഗം മാറ്റിയിരിക്കുന്നത് എന്ന് സംഘടനയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു. സിനിമാ മേഖലയ്ക്കെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ യോഗം നിർണായകമാണ്. അടുത്ത എക്സിക്യൂട്ടീവിൽ മോഹൻലാൽ രാജിവെക്കുമെന്നാണ് സൂചന. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ വാർത്താസമ്മേളനം നടത്തുകയും അമ്മയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രതിസ്ഥാനത്തുള്ളവരെ അമ്മ സംരക്ഷിക്കില്ലെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് രണ്ടാം ദിവസം സിദ്ദിഖിൻ്റെ ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കേണ്ടിയും വന്നു. ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ചുമതല. സിദ്ദിഖിന് പകരക്കാരനെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയും സംഘടനയ്ക്ക് മുമ്പിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ അമ്മയിലെ അംഗങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് ആഭിമുഖ്യമുള്ള വൈസ് പ്രസിഡന്റ് ജഗദീഷും CPI ആഭിമുഖ്യമുള്ള മറ്റൊരു വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചവരാണ്.